ഹായ്, ഇത് നമ്മൾ നല്ലൊരു ക്യാരറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. എഗ്ലെസ് വേർഷനാണ് ചെയ്യുന്നത്. സാധാരണ നമുക്ക് ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് എഗ്ലെസ് കേക്ക് നല്ല ടേസ്റ്റിയോടെ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റെയിനർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദ മാത്രമല്ല, മൈദയും ഗോതമ്പ് പൊടിയും പകുതി പകുതിയായിട്ട്, അതായത് 1 കപ്പ് അളവിലാണ് ഞാൻ പൗഡർ എടുക്കുന്നത്. 1/2 കപ്പ് മൈദയും 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ മാത്രമോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മാത്രമായിട്ടോ ചെയ്യാം. 1 കപ്പ് മൈദ മാത്രം എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് ഗോതമ്പ് പൊടി മാത്രം എടുക്കാം. ഓക്കെ, ചിലർക്ക് ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, സോറി 1 ടീസ്പൂൺ അല്ല, 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ. മാറിപ്പോട്ടെ, എനിക്കിത് എപ്പോൾ പറയുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. പക്ഷെ അളവ് കറക്റ്റ് ആയിരിക്കും. ഞാൻ പറയുന്ന അളവ് ചിലപ്പോൾ മാറിപ്പോകാറുണ്ട്. അപ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇനിയൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഇതിലേക്ക് ക്ലോവ് പൗഡർ ചേർത്ത് കൊടുക്കാം. ക്ലോവ്സ് ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പൗഡർ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. സോറി, ഒരു കാര്യം ആഡ് ചെയ്യാൻ മറന്നുപോയി. കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കോൺഫ്ലോർ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ നമ്മൾ എഗ്ലെസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കാം. പിന്നെ ഇത് 3 പ്രാവശ്യം അരിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെയാണ് ഞാൻ കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എൻ്റെ അടുത്ത് വേറെ പാത്രം ഇല്ലാഞ്ഞിട്ടല്ല, നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു കാര്യം മറന്നു പോകരുത്, ഈ സമയം കൊണ്ട് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. അത് മറന്നു പോകരുത്. 170 പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതെല്ലാം നിങ്ങൾ ഏത് ടെമ്പറേച്ചറിലാണോ കേക്ക് ബേക്ക് ചെയ്യുന്നത് അതേ ടെമ്പറേച്ചറിൽ തന്നെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം ഞാൻ കേക്കിൻ്റെ ടിന്ന് ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ബൗളിലേക്ക് പഞ്ചസാര 1/2 കപ്പ് അളവിലാണ് ചേർത്തിരിക്കുന്നത്. ഞാൻ ഓവറായിട്ട് ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, നമ്മൾ ആപ്പിൾ ചെയ്ത സമയത്ത് അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അതും കൂടെ കണക്കാക്കിയിട്ടാണ് ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ഷുഗർ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ഷുഗർ ഡയറക്റ്റ് ചേർക്കല്ല, പൊടിച്ചെടുക്കുന്നതാണ്. കാരണം കേക്കിലേക്ക് നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊടിച്ച് ചേർക്കുന്നത്. നമ്മൾ മുഴുവനായിട്ടുള്ള വലിയ തരിയുള്ള പഞ്ചസാരക്ക് അങ്ങനെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പൊടിച്ച് ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് അളവാണേ, മറക്കരുത്. നമ്മൾ കേക്ക് ചെയ്യുന്ന സമയത്ത് അളവൊന്നും മാറിപ്പോരുത്. ഇനി ഇതിലേക്ക് നമ്മൾ ആപ്പിളിൻ്റെ സോസ് എടുത്ത് വെച്ചിട്ടുള്ളത്, ഇത് ഏകദേശം ഒരു 1/2 കപ്പ് അളവിലുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ബീറ്റർ ആവശ്യമില്ല, നമുക്ക് വിസ്ക് വെച്ച് തന്നെ ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കേക്ക് ചെയ്യുന്നവർക്ക് അറിയാം, കണ്ടോ, എഗ്ഗിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസി, അതല്ലെങ്കിൽ നമ്മൾ ഷുഗറും എഗ്ഗും കൂടെ ബീറ്റ് ചെയ്ത് വരുന്ന അതേ ഒരു രീതിയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് തൈര് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ടൈം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മതി. 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം.
എനിക്കിതെല്ലാം കൂടെ വെച്ചിട്ടാകും ഒരു തപ്പൽ. ഓക്കെ, 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഓയിൽ എടുത്തിട്ടുണ്ട്. 6 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് അല്ല, 1/4 കപ്പ് എന്ന് പറയുന്നത് 4 ടേബിൾ സ്പൂൺ ആണ്, പ്ലസ് 2 ടേബിൾ സ്പൂൺ, അതായത് 1/2 കപ്പില്ല, അതിന് കുറച്ച് കുറവ്. 1/2 കപ്പിൽ നിന്നും 2 ടേബിൾ സ്പൂൺ കുറവ്. ഞാൻ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. 6 ടേബിൾ സ്പൂൺ അളവിലാണ് ഓയിൽ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓയിലിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒഴിക്കുകയാണേ. ഇതും ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നമ്മുടെ ഷുഗറും ആപ്പിളും എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടുന്നവരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ കിട്ടിയിട്ടുണ്ട്, കണ്ടോ, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അരച്ചു വെച്ചിട്ടുള്ള പൗഡറില്ലേ അത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ച് നോക്കാം, പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/4 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ്, ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആപ്പിൾ വെച്ച് ചെയ്യുന്നത് കൊണ്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഓവൻ അവിടെ ടിങ് ടിങ് അടിക്കാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് ക്യാരറ്റ്, 1/2 കപ്പ് അളവിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ തേങ്ങ ചിരകിയതാണ്. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന കേക്ക്സിൽ തേങ്ങ ഉണ്ടാവാറില്ല. തേങ്ങ നമ്മൾ ചിരകുന്നതിന് പകരം ഇപ്പോൾ നമ്മൾ ക്യാരറ്റ് പീൽ ചെയ്യുന്ന പോലെ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. എനിക്ക് കയ്യിന് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചിരകി എടുത്തിട്ടുള്ളതാണ്. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് നട്ട്സ് ചേർക്കുന്നില്ല, ഞാൻ എടുത്തു വയ്ക്കാൻ മറന്നുപോയതാണ്. നല്ല സ്മെല്ലാട്ടോ, നല്ല സ്മെല്ലാണ്. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. കണ്ടോ, കുറച്ച് തിക്കാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് എടുത്തിട്ടുണ്ട്, അത്രയും ചേർക്കുന്നില്ല. അതിൻ്റെ പകുതി. ഓവൻ ടൈമായിട്ടോ, കുഴപ്പമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെച്ചു. അപ്പോൾ ഇതാ ബാറ്റർ സെറ്റാണ് കേട്ടോ. ഞാനിവിടെ ക്യാമറ ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഓവനിലേക്ക് വയ്ക്കാം. 170-ൽ 30 മിനിറ്റ് വെച്ച് നോക്കാം. അതിനുശേഷം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വയ്ക്കാം. ഓക്കെ, സംഭവം ബേക്കായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ തീർക്കാം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് സ്കൂളിൽ പോയിട്ട് വരാൻ. ഓക്കെ, 170 ഡിഗ്രിയിൽ 30 മിനിറ്റ്സും 160 ഡിഗ്രിയിൽ 10 മിനിറ്റ്സുമാണ് ആയിട്ടുള്ളത്. അങ്ങനെ ടോട്ടലായിട്ട് 40 മിനിറ്റ്സാണ് നമുക്ക് കേക്ക് ബേക്ക് ആവാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്, കഴിക്കാൻ തോന്നുന്നു. നല്ല ചൂടുണ്ട്, ചൂട് അറിയിട്ടില്ല. എനിക്ക് സ്കൂളിൽ പോകാൻ ടൈം ആയതുകൊണ്ട് ഓപ്പൺ ചെയ്തതാണ്. കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതാ കേക്ക് എങ്ങനെയുണ്ട്? നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ ടൈമില്ലാത്തതുകൊണ്ട് വേഗം കട്ട് ചെയ്തതാണ്. ഇപ്പോഴും ആവി പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സൂപ്പറാണ്, കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മുട്ട കൊണ്ട് കേക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ആപ്പിൾ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ ടേസ്റ്റിയാണ്. ഞാനിങ്ങനെ പുകഴ്ത്തി പറയുന്നില്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.